ഹലോ അസ്സാമു അലൈക്കും. ഞാനിന്നൊരു പിനഫോണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിങ് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിൽ സിബ് ഇട്ടെടുത്തിരിക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ സിബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിൻ്റെ സ്ക്വയർ പാർട്ട് ഒന്ന് കണ്ടു നോക്കാം. സ്ക്വയർ പാർട്ടിൻ്റെ അടിഭാഗം 2 ഇഞ്ച് വീതിക്കാണ് ഞാൻ മടക്കി അടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ബോക്സ് പ്ലീറ്റ് ഇട്ടെടുക്കാനാണ്. അപ്പോൾ അത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 2 ഇഞ്ച് വീതം നമുക്ക് അങ്ങറ്റം വരെ അടയാളപ്പെടുത്താം. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് ആ 2 ഇഞ്ചിലോട്ട് വേണം നമ്മൾ ബോക്സാക്കി എടുക്കാൻ. ഇത് നല്ല ബോക്സാക്കി എടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ബോക്സാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലോട്ട് ബോക്സാക്കി എടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്താൽ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഫുള്ളും ബോക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടുമായിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രണ്ട് ബോഡി പാർട്ട് സ്ക്വയർ നെക്കാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് 2.5 ഇഞ്ചിലൊന്ന് ഞാൻ ഡാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ബോഡി പാർട്ട് സ്കേർട്ട് പാർട്ടൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുക്കാം. പക്ഷേ അയൺ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്കിരിക്കും. നല്ല പതിഞ്ഞ് തന്നെ ഇതിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.